എനിക്ക് മണി കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട്. മൃദുല കിട്ടുന്നില്ലേ? ആഗ്രഹം പറഞ്ഞുവിടാം. ഓരോരുത്തരും മനസ്സിൽ ആഗ്രഹിച്ചിട്ട് മണി കെട്ടിയാൽ നടക്കുമെന്നാണ് പറയുന്നത്. പാതിരാത്രി അനക്കം നോക്കുന്ന കൊച്ചു ഒറ്റ പൊങ്ങലടാ. വെയില് വരുത്ത കേട്ടാ എനിക്ക് സത്യമായിട്ട്. സമയം ഇപ്പൊ ഏതാണ്ട് 1 മണിയാവാറായിട്ടുണ്ട് കേട്ടാ. നമ്മളിങ്ങനെ രാത്രി കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. കയ്യാണോ കാലാണോ അറിയാൻ വയ്യാട്ടാ. ടക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തായിരിക്കും കാര്യം പെട്ടെന്ന് അവക്ക് വേന ചില നേരം ഉച്ചയ്ക്ക് ഭയങ്കര ചവിട്ടായിരുന്നു. ഉച്ചയ്ക്ക് ഇപ്പൊ അറിയുന്നില്ല. നേരത്തെ ഫസ്റ്റ് ടൈം അല്ലേ ഫീൽ ചെയ്യുന്നത്? നല്ലത് ഇല്ല. എനിക്ക് ആദ്യമായിട്ട് അനങ്ങിയപ്പം ഒരു കിടില ഫീൽ ആയിരുന്നു സീരിയസ്ലി. ഉറക്കമൊന്നും ഇല്ലടേ, വാവയ്ക്ക് ഉറക്കമൊന്നും ഇല്ല. വാവ ഇങ്ങനെ അതെ, ഇനി കുറച്ച് മാസങ്ങൾ മാത്രം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ലുക്ക്. എങ്ങനെയുണ്ട്? ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയി. ഇതാണ് ഗൈസ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന മാമ എർത്തിന്റെ പുതിയ ഫ്രാഗ്രൻസ്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ 2 ഫ്രാഗ്രൻസ് ഉണ്ട്. ഒന്ന് ഇൻടു ദ വെർബ്സും ഒന്ന് ഇൻടു ദ വുഡ്സും. ഗൈസ്, അപ്പോൾ നമുക്കറിയാലോ ചില പെർഫ്യൂമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിക്ക് തലവേദനയൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ 2 ഫ്രാഗ്രൻസിന് ആ ഒരു പ്രശ്നമേ വരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നല്ല റിലാക്സിങ്ങും ഫീൽ ഗുഡുമാണ് ഗൈസ്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു വേരിയന്റ് ആണ് മാമ എർത്തിന്റെ ഇൻടു ദ വുഡ്സ് ഫ്രാഗ്രൻസ്. ഈ 2 ഫ്രാഗ്രൻസിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു പ്രീമിയം സെന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ഒരു ഫ്രഷ് ഫീൽ നിലനിൽക്കും. നമ്മൾ ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്തിട്ട് കോളേജിലോ മോളിലോ ഓഫീസിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും എപ്പോഴും ഈ ഒരു സ്മെല്ല് കാണും കേട്ടോ. അത് നമുക്ക് നല്ലൊരു കോൺഫിഡൻസും തരും. പിന്നെ ഗൈസ്, ഇത് സ്പെഷ്യലി മെൻസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ചില പെർഫ്യൂമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകുമല്ലേ. പക്ഷേ ഈ ഒരു ഫ്രാഗ്രൻസ് അങ്ങനെയല്ല. നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരെ ഈ ഒരു സ്മെല്ല് നിലനിൽക്കും കേട്ടോ. ഗൈസ്, അപ്പോൾ ഈ ഒരു ഫ്രാഗ്രൻസ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഇത് നമ്മുടെ സ്കിന്നിൽ യാതൊരു വിധത്തിലുള്ള ഇറിറ്റേഷൻസോ റാഷസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കത്തില്ല. അതുപോലെ തന്നെ ഇത് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. ഗൈസ്, അപ്പോൾ ഈ ഒരു പെർഫ്യൂം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം സെന്റ് ആണ്. അതുപോലെ തന്നെ ഇതൊരു അഫോർഡബിൾ പ്രൈസിനാണ് നമുക്ക് കിട്ടുന്നത്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും പർപ്പിളിലും ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. കൂടാതെ നിയർ ബൈ സ്റ്റോറുകളിലും ലഭ്യമാണ്. നമ്മുടെ കൂപ്പൺ കോഡായ പ്രവീൺ 2024 ഉപയോഗിച്ച് മാമ എർത്തിന്റെ സൈറ്റ് വഴിയോ ആപ്പ് വഴിയാണ് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ 20% ഓഫ് കിട്ടും. ഗൈസ്, അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാനായിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടൈം നിങ്ങൾ മാമ എർത്തിന്റെ സ്റ്റോർ കാണുമ്പോൾ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഗൈസ്, അപ്പോൾ നിങ്ങൾ മാമ എർത്തിന്റെ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവരെ ഫീഡ്ബാക്ക് അറിയിക്കുകയാണെങ്കിൽ പുതിയ റിസർച്ചിലൂടെ അവരവരുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇന്നൊരു അമ്പലത്തിൽ പോക്കാണ് ഇന്നല്ലേ. ഇപ്പൊ വൈകിട്ടായ സുഹൃത്തുക്കളെ, അപ്പം കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന കാട്ടിൽ മേക്കിൽ ഭഗവതി ക്ഷേത്രമല്ലേ, കാട്ടിൽ മേക്കതിൽ. എനിക്ക് പേര് കറക്റ്റ് അറിയത്തില്ല. കാട്ടിൽ മണി കിട്ടുന്ന അമ്പലം. അതെ അതെ അതെ, നമ്മളും പോയിട്ടില്ല, കണ്ടിട്ടേ ഉള്ളൂ. അല്ല, കണ്ടിട്ടുമില്ല. മൃദുല ഒരുവട്ടം പോയിട്ടുണ്ടല്ലേ? മണി കിട്ടുന്ന മണി ആരില്ല. അലി കയറണോ കേട്ടാ? ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, ഒരു ആലിനകത്ത് എല്ലാവരും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ കൊല്ലത്താണ് സ്ഥലം. ഇവിടുന്ന് ഏതാണ്ട് ഒരു 60-70 കിലോമീറ്റർ ഉണ്ട്. 1.25 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ നമ്മൾ 5 മണിക്കാണ് നട തുറക്കുന്നത്. രാവിലെ 5 മണിക്ക് തുറന്നിട്ട് പിന്നെ 10 മണിക്ക് അടയ്ക്കും കേട്ടോ. അപ്പോൾ എന്തായാലും 5 മണിക്ക് നട തുറക്കുമ്പോൾ നമുക്ക് വൈകുന്നേരം കയറി തൊഴാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മണി കെട്ടണം. എനിക്ക് മണി കെട്ടണമെന്നൊരു ആഗ്രഹമുണ്ട്. മൃദുല കിട്ടുന്നില്ലേ? ആഗ്രഹം പറഞ്ഞുവിടാം. ഓരോരുത്തരും മനസ്സിൽ ആഗ്രഹിച്ചിട്ട് മണി കെട്ടിയാൽ നടക്കുമെന്നാണ് പറയുന്നത്. അത് പറഞ്ഞുകൂടല്ലേ? അത് പറഞ്ഞുവിടാം, ആഗ്രഹം പറഞ്ഞുവിടാ. അതെ അതെ അതെ. അപ്പം നല്ല അടിപൊളി കാഴ്ചകളാണ്, നല്ലൊരു അമ്പലമാണ്. അപ്പം നിങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യേണ്ട മറക്കല്ലേ. അപ്പൊ ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് നേരെ ക്ഷേത്രത്തിലോട്ട് പോവാം. നമ്മൾ താണ്ട എല്ലാവരും റെഡി ആയി. കൊച്ചുവിന് ഷർട്ടൊക്കെ കണ്ടോ? ഷർട്ട് മുണ്ട് ചെത്താണ്. കൊള്ളാല്ലേ കൊച്ചു? കൊള്ളാം. കൊള്ളാം കൊള്ളാം കൊച്ചു. നല്ല ഓക്കെ ഗൈസ്, നമ്മളിത് ഇറങ്ങും കേട്ടോ. ഇന്ന് ആരൊക്കെ മണി കെട്ടുന്നു? അത് ഫിക്സ് ആക്കിയാ? അമ്മ കെട്ടുന്നു, ഞാൻ കെട്ടുന്നുണ്ട്. എന്തിനൊക്കെ വിശ്വാസം അല്ലേ? മണി കെട്ടിയ ആഗ്രഹം നടക്കും. അതെ, ഷടോ എന്തോരം ആൾക്കാരാന്ന് പറയുമ്പോ മണി കെട്ടുന്നേ. ആരെങ്കിലും ഒരാള് കെട്ടിയതായിരിക്കുവേ. അത് ഇങ്ങനെ പറഞ്ഞു അങ്ങനെയായിരിക്കും. പണ്ടോട്ടുള്ളതാണോ ഇത്? പണ്ടോട്ടുള്ള ക്ഷേത്രമാണ്. പക്ഷെ എനിക്ക് ഈയിടെയായിട്ട് എനിക്കറിയാം. അമ്മ എന്നാ അമ്മ പോയത്? ഞാൻ കൊറേ വർഷമായി മണി കെട്ടിയിട്ടുണ്ട്. അല്ല, അമ്മ പിന്നെ പറഞ്ഞ ആഗ്രഹം നടന്നോ? ആ, എന്താ പറഞ്ഞത്?
അതന്ന് പറഞ്ഞ എന്താണെന്നറിയോ, നമ്മളെ വണ്ടിക്ക് എന്നും പണിയായിരുന്നു, എന്നും പണിയാ. അങ്ങനല്ല, വണ്ടി പന്നലാവുന്നത്, വണ്ടിക്ക് പണിയാന്നല്ല, വണ്ടി പന്നലാവാക്കാം. അപ്പൊ ഇതൊക്കെ ഞാൻ ചെന്ന് പറഞ്ഞു, പക്ഷെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ സംഭവിച്ചിട്ടില്ല കേട്ടോ. വിശ്വാസമാണ് ഗൈസ്, ഓരോരുത്തരുടെ ഓരോ വിശ്വാസങ്ങളാണ്. അവിടെ ഒരുപാട് ആൾക്കാർ പല ദൂരത്തു നിന്നൊക്കെ വന്ന് മണി കിട്ടുന്ന അതുകൊണ്ട് കേട്ടോ. അപ്പം മൃദുലയ്ക്ക് ഒന്നാമത്തെ കാര്യം ഇപ്പം തന്നെ പോവാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മൃദുലയ്ക്ക് 7-ാം മാസത്തെ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ കയറിക്കൂടാ. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്. 7 മാസം കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ കയറിക്കൂടല്ലോ. പിന്നെ കുഞ്ഞിന് 27 ആയിട്ടോ, ഇങ്ങനെ ചരടായിട്ടോ, കൊച്ചിന് ചോറ് കൊടുത്തിട്ടേ കൊണ്ട് കയറാവും. അത് കൊച്ചു അല്ലാതെ കയറാം നമുക്ക്. പിന്നെ നമ്മളിപ്പോ പോകുമ്പോഴത്തേക്ക് കുഞ്ഞിനെ നമ്മളെടുത്താൽ മതി. കുഞ്ഞിനകത്ത് കുഞ്ഞിനകത്ത് കയറ്റത്തില്ല. ഏത് അമ്പലത്തിൽ ചോറ് കൊടുക്കുന്നോ അതിലെ ആദ്യമേ അവരെ കുഞ്ഞിനെ അമ്പലത്തിൽ കയറ്റാം. ഇത് പണ്ട് മണി കെട്ടിയാൻ ഇതാണ്. അതോ ദാണ്ടറ മണിയുടെ ഇടയിൽ നിൽക്കുന്നത്. അയ്യോ, മണി കെട്ടിയാൻ പോയതാണ്ട്. ഇത്രയും മണി ഉണ്ടല്ലേ. ഈ വലിയ ആഗ്രഹമാണെങ്കിൽ വലിയ മണി കെട്ടണോ? അങ്ങനെ കൊണ്ടാ. ചെറിയ ആഗ്രഹത്തിന് ചെറിയ മണി, വലിയ ആഗ്രഹത്തിന് വലിയ മണി. നീ കെട്ടി എന്തുവായിരിക്കും? നീ കെട്ടി എന്തൊരാഗ്രഹിച്ചായിരിക്കും? ഞാൻ കിട്ടുന്നില്ല, അമ്മ കിട്ടുന്നു. നിനക്ക് വേണ്ടിട്ട്, എനിക്ക് വേണ്ടിട്ട് അമ്മ കിട്ടും. അതെന്താ ആഗ്രഹമായിരിക്കും ഗൈസ്? നിങ്ങൾ കമന്റ് ചെയ്യും. വിശ്വസിക്കുന്ന ആൾക്കാർ കാണും, ഇതിൽ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ കാണും. ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളും ഉണ്ട്, നമ്മൾ അതിനൊക്കെ റെസ്പെക്ട് ചെയ്യണം ഗൈസ്. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പൊ നമ്മളിത് നേരെ അമ്പലത്തിലോട്ട് പോകണം. ചൂടാണോ കരിക്ക്? കൊട്ട വെയിലത്തിരിക്കുന്നത്. എല്ലായിടത്തും വെയില. കാറ് കയറിയപ്പോണ്ട് കരയാ കരിക്കിന്. അപ്പൊ നമ്മളിത് എത്താറായിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ 4 കിലോമീറ്ററേ ഉള്ളൂ. റോഡ് ഭയങ്കര മോശം ഇല്ല ഇങ്ങോട്ട് വന്ന റോഡ് പണി ഭയങ്കര മോശം കേട്ടോ. റോഡ് പണി നടക്കുകയാണ്. തിരയൊക്കെ അടിച്ച് കയറി വരുന്നുണ്ട് സുഹൃത്തുക്കളെ. ഇപ്പം കാണുന്നില്ല, ഇത്തിരി മുമ്പേ വന്നായിരുന്നു. ഇവിടെ വാ. അതാണ്ടേ അടിച്ചിളങ്ങ വെള്ളമല്ല കേട്ടോ, മണലാണോ പാറപ്പൊടിയല്ലോ ആണോ എന്തോ സംഭവം അറിയാൻ. ഇവിടെ റോഡൊന്നും ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഈ ഗൂഗിൾ അമ്മച്ച് പറഞ്ഞ വഴിയൊക്കെയാ വന്നത്. തെറ്റിയാ ഇത് എവിടായെന്ന് എനിക്കൊന്നും അറിയാൻ വയ്യ കേട്ടോ. ഇവിടെ കുറെ താണ്ട മണലും എന്തൊക്കെ കൂട്ടിയിട്ടേക്കുന്നു. വേറെ വണ്ടിയും ഇല്ല. ഞാൻ ഇന്നാൾ കണ്ടത് ഗൂഗിളും പറ്റി പറഞ്ഞു കൊടുത്ത് വണ്ടി തോട്ടി പോയത്. നമ്മള് വിചാരിച്ച വഴി തെറ്റിയെന്നില്ലേ? പക്ഷെ അന്ന് വന്ന അമ്മക്ക് വന്നാണ്ട് ഇതുവഴിയാണ് കഴിച്ചത്. പക്ഷെ ജങ്കാറിനകത്താ വന്നത്. പക്ഷെ നമ്മള് വന്നതെന്ന് വെച്ചാൽ ഞാൻ ഡയറക്റ്റ് നമ്മൾ നേരെ ക്ഷേത്രത്തിലൂടെ വന്നു. പക്ഷെ റോഡ് ഭയങ്കര മോശമായിരുന്നു. റോഡ് ഇല്ലായിരുന്നു, ഇതിനകത്തെ മണലുള്ള റോഡായിരുന്നു കേട്ടോ. അവിടെ കുറെ മൈനിങ് സെന്റർ കാര്യങ്ങളൊക്കെ ആയിരുന്നു വരുന്ന വഴിക്ക്. നമ്മൾ നേരെ ഡയറക്റ്റ് ഗൂഗിൾ മാപ്പ് നമ്മൾ ക്ഷേത്രത്തിലാണ് ഇട്ടത്. അതുകൊണ്ട് നമ്മൾ ജങ്കാർ വഴിയൊന്നും അല്ല വന്നത്, ഡയറക്റ്റ് വണ്ടിയും കൊണ്ട് ഇനി നേരെ വരുവാണ് ഇട്ടത്. ഇടയ്ക്കൊന്ന് പേടിച്ചു വഴി തെറ്റിയോന്ന്. പക്ഷെ റോഡില്ല, ഇതിന് മണലായിരുന്നു മൊത്തം. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. നിങ്ങള് വരുന്നെങ്കിൽ എളുപ്പം. അതെ വണ്ടി അങ്ങനെ കയറ്റി കൊണ്ടുവരാൻ പറ്റുമോ? വണ്ടി കയറ്റി കൊണ്ടുവരാൻ പറ്റത്തില്ല. ജങ്കാറിൽ വരണം. പക്ഷെ അപ്പൊ നിങ്ങള് കാറൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വരുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. കാരണം ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് നമ്മൾ ഈ ക്ഷേത്രത്തിന് നയം അടിച്ചു കൊടുത്താൽ കറക്റ്റ് വരുന്നത് ഈ റോഡ് വഴിയുള്ള മാർഗ്ഗമായിരിക്കും വരുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ. ഒരു 6 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. 6 മണി ആവാറുന്ന ടൈമിൽ നമ്മൾ എത്തിയത്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 5 മണിക്ക് നട തുറന്നിട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് അടയ്ക്കും. പിന്നെ തുറക്കുന്നത് വൈകുന്നേരം 5 മണിക്കാണ് കേട്ടോ. അപ്പോൾ വരുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഈവനിങ് ആ ടൈമിലാണ് വരാനുള്ളത് കേട്ടോ. രസീതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കൊച്ചു മണി കിട്ടുന്നുണ്ട്. നമ്മളെല്ലാരും മണി കിട്ടും. എല്ലാരും ഓരോ ആഗ്രഹം വെച്ചാൽ മണിയാരെ കെട്ടല്ലേ. അപ്പൊ ഞാനിവിടെ കെട്ടാം. നല്ല ഒരുപാടങ്ങ് ആഗ്രഹിച്ചെന്ന് തോന്നല്ലോ. ഒരു പൊങ്കാല ഇടുവാണ് കേട്ടോ. അങ്ങനെ മൃദുലയും പ്രസാദവും ഒക്കെ വാങ്ങി. ഗായ്സ് ആ വ്യൂ നോക്കൂ, ഒരു രക്ഷയില്ല അല്ലേ. നമുക്കവിടെ തിരയടിക്കുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാം കേട്ടോ. അടിപൊളി വൈബുള്ള ഒരു ക്ഷേത്രം. തൊഴുന്ന സമയത്ത് തിരയടിക്കുന്ന ശബ്ദം കേൾക്കാം. നോക്ക്, നല്ല വൈബാട്ടോ ഇവിടെ. കൊള്ളാം അല്ലേ.
ആഗ്രഹം ഇല്ലെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് മണി കിട്ടിയ 3 ആഗ്രഹം ആഗ്രഹിച്ചെന്ന്. ഞാൻ കൊറേ എനിക്ക് ആഗ്രഹമൊന്നുമില്ല, ഞാൻ എല്ലാവരെയും നല്ലതിന് വേണ്ടിയും കെട്ടട്ടെ എന്ന് ചോദിച്ച ആളാ. കെട്ടിയ 3 ആഗ്രഹം ഒന്നിച്ച്. അതാ പിന്നെ ഒരു വട്ടം കെട്ടുമല്ലേ, അങ്ങ് ഇരിക്കട്ടെ ആഗ്രഹം. അതെ ഗൈസ്, മൃദുലയ്ക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റിയില്ല കേട്ടോ. അത് നമുക്കും അറിയത്തില്ലായിരുന്നു. ഇവിടെ 4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രപ്രവേശനം ഇല്ല ഗർഭിണികൾക്ക്. അപ്പം വരുന്നവർക്ക് അതൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ. എല്ലായിടത്തും 7 മാസമല്ലേ? എല്ലാ ക്ഷേത്രത്തിലും 7 മാസം. പക്ഷെ ഇവിടെ 4 മാസം കഴിഞ്ഞാൽ കയറത്തില്ല. നമ്മൾ കയറുന്നതിന് മുമ്പ് അവിടെ ചോദിച്ചു, 5 കഴിഞ്ഞു, അതുകൊണ്ട് കയറാൻ പറ്റത്തില്ല. പക്ഷെ മണി കെട്ടാം, 7 അമ്പലത്തിൽ കയറിക്കൂടുന്നേ ഉള്ളൂ. മണി കിട്ടുന്നതിന് പ്രശ്നമില്ല കേട്ടോ. ആൾക്കാരെ ആഗ്രഹമാണെന്ന് നോക്കി സത്യം എത്ര മണികളാന്ന് നോക്കണേ. അയ്യോ എത്ര പിന്നെ എണ്ണാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മണികളുണ്ട്. ആൾക്കാരെ ആഗ്രഹങ്ങളൊന്നും ഒരിക്കലും തീരത്തില്ല. അത്രയും ആ മണികൾ നോക്കിയാൽ മതി. ഞാൻ കെട്ടുന്ന ആ ഒരു കൊലയിൽ തന്നെ എത്ര മണികളാ. ഞാൻ കെട്ടുമ്പോ ഞാൻ അതൊക്കെ ആലോചിച്ചു, ഇത്രയും ആഗ്രഹങ്ങളോ അതൊക്കെ. അതെ അല്ലേ. പിന്നെ ഇവിടെ എല്ലാവരും ഇവിടെ ഓരോ നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർ പൊങ്കാലയൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ ആ പൊങ്കാലയൊക്കെ നമുക്ക് എല്ലാവർക്കും തൊഴിലൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ഗ്ലാസ്സിലാക്കി തരുന്നുണ്ട് കേട്ടോ. ഞാൻ എത്രയും നാൾക്ക് ശേഷമാണ് ഷുഗർ കഴിക്കണം. ഞാനും ഗൈസ് മധുരം കഴിക്കുന്ന കുറെ നാൾക്ക് ശേഷമാണ് കേട്ടോ. പ്രസാദം ആയതുകൊണ്ട് നല്ല മധുരമുണ്ട്. ഞാൻ കുറച്ച് കയ്യിൽ കഴിച്ചേട്ടാ, നല്ല പ്രസാദം. ഞാനും ആഗ്രഹമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ ആഗ്രഹം എനിക്ക് അറിയാം. ചന്ദനം പടന്നു. അപ്പം നമ്മളതേ തൊഴുതിട്ട് നമ്മളതേ നേരെ ബീച്ച് ഉണ്ടല്ലേ, ബീച്ചിലോട്ട് വന്ന് അടിപൊളിയാണ്. ഈ സൈഡ് ഫുൾ ഇത് കണക്ക് അടിപൊളിയാട്ടോ. ആരും ഇല്ല ഗൈസ് ഇവിടെ, അടിപൊളിയാട്ടോ. അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ആ വെട്ടമൊക്കെ കാണുന്നില്ല, അവിടെയാണ് നമ്മുടെ ക്ഷേത്രം. അവിടെ നിന്ന് ഒരു 200 മീറ്റർ ഇഞ്ഞ് വരുമ്പം ഇവിടെ ബീച്ച് ഉണ്ട് കേട്ടോ. ബീച്ച് ഈ സൈഡ് ഫുൾ ഇങ്ങനെയാണ്. അവിടെയൊക്കെ കുറച്ച് മൈനിങ്, നമ്മളെ ഈ മണലിൻ്റെയും അതുപോലെ തന്നെ ഈ സിമെൻറ്റോ ഐ തിങ്ക് എനിക്ക് ഇത് സംഭവം അറിയത്തില്ല. കുറേ മൈനിങ് സെൻ്ററാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മൈനിങ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്തോ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന റോഡൊന്നുമില്ല, വെറുതെ മണൽ മാത്രമായിരുന്നു. പിന്നെ ഇവയെ കൊള്ളാൻ കേട്ടോ, ഇവിടെ സൂപ്പറായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ ആളില്ലാത്ത ബീച്ച്. കൊല്ലം ബീച്ചിനെ കാട്ടി സൂപ്പർ. സത്യല്ലേ? ബീച്ച് അഴുക്ക ഫുള്ള് കച്ചടയാണ്. അത് ഈ ഫുള്ളും പ്ലാസ്റ്റിക്കും അതും ഇതൊക്കെ ആയിട്ട് കിടക്കുന്നത് ഇവിടെ ഉണ്ട്. വലിയ കുഴപ്പമില്ല. ക്രിക്കറ്റ് കളിക്കുന്നതാ ഇങ്ങനെയുള്ള സ്ഥലത്ത്. ഈ വോളിബോളൊക്കെ കളിക്കുക സൂപ്പറാണ്. കബഡി, വോളിബോള്. ഇവിടെ വെട്ടം ഉണ്ടായിരുന്നു, നമുക്ക് നല്ലോണം എടുക്കായിരുന്നു. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ അമ്പലത്തിലും കയറി തൊഴുകയും ചെയ്യാം, ബീച്ചിലും അടിച്ചു പൊളിക്കാം. അപ്പുറത്തൂടെ വന്നാൽ പറ്റത്തില്ല, അതുവഴി വന്നിട്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ കാറിൽ വരുന്നവര് അവിടെ ജങ്കാറിൽ വരാതിരിക്കുക. ഡയറക്റ്റ് നമ്മളെ ഈ ക്ഷേത്രത്തിന്റെ ഇവിടെ വണ്ടിയും കൊണ്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ബീച്ചിലൊക്കെ ഇറങ്ങി ഫാമിലി ആയിട്ടൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അടിപൊളിയായിട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. കൊള്ളാം. കൊച്ചു സ്ലോമോ എടുക്കുന്നത്. അമ്മ ഇനി അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകണ്ട കേട്ടാ. തല ഇറങ്ങുന്ന അമ്മയ്ക്ക്. ആ ക്ഷേത്രത്തിന്റെ എൻഡ് ഇരിക്കുന്ന കറക്റ്റ് ആണ്ട് അവിടെ ആണ്ടോ നോക്കടാ. ആ ക്ഷേത്രത്തിന്റെ എൻഡ് ഇരിക്കുന്ന കറക്റ്റ് ആണ് ഗൈസ്. കടലിന്റെ അറ്റത്താണ് ക്ഷേത്രത്തിന്റെ ആ ഒരു എൻഡ് ഇരിക്കുന്നത് കേട്ടോ. അമ്മ ഓടാ അതിന് കൂടെ ഓടുന്നൊരു വാ നനക്ക് അമ്മ ചോടണ്ടേ നനക്ക്. ഇവിടെ ആരുമില്ല ഗൈസ്, വേറെ ആരുമില്ല. അവിടെ കുറച്ച് പിള്ളേർ സെറ്റ് അവിടെ കളിക്കുന്നുണ്ട് ഇന്ന്. പിന്നെ 2-3 പേര് അവിടെ നിന്ന് മീൻ പിടിക്കണമെന്ന് അറിയത്തില്ല. വേറെ ആരുമില്ല, വേറെ കച്ചവടക്കാരുടെ ശബ്ദങ്ങളോ നോയ്സോ ഒന്നുമില്ല. അടിപൊളിയായിട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇങ്ങനെ ഇത് എക്സ്പെക്ട് ചെയ്തില്ല. കൊച്ചുവിടെ സ്ലോ മോഷൻ കാറ്റുന്നു, അമ്മ എടുത്തു കൊടുക്കുന്നത്. ഇരുട്ടാ എന്തുവാണ് എന്താ എടുക്കുന്നത്? ഇരുട്ടാ, മുഖം പോലും കാണത്തില്ല. അപ്പൊ നമ്മള് ആശുപത്രിയിലൊക്കെ സോറി അമ്പലത്തില് ഈ ആശുപത്രി പോയി ആശുപത്രിയിലെ ചിന്തയുള്ളതാണോ? മൃദുലക്ക് കിടന്നോളാൻ വയ്യാട്ടാ. ഇന്നലെ മെനങ്ങാന്ന് കണ്ട് നമ്മള് അവളെ വീട്ടിൽ പോയതിന്റെ അന്ന് ഇവിടെ വന്ന് അങ്ങ് കുറേ നാൾ കൂടിയാണ് വൊമിറ്റ് ചെയ്തത് കേട്ടാ. അപ്പൊ അതാണ്ട് ഇപ്പൊ ട്രാവലൊക്കെ ചെയ്ത് ആകെ ടയർഡായിട്ടിരിക്കണം, കിടന്നോളാൻ വയ്യ. നമ്മളിപ്പം വരുന്ന വഴിക്ക് നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിന് ഇനി കിടന്നുറങ്ങാം, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായിരുന്നു ദിവസം കൊണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അപ്പൊ എല്ലാവരും ആഗ്രഹങ്ങളൊക്കെ അവരവരെ മനസ്സിലുണ്ടല്ലോ, എന്തൊരു ആഴ്ച കെട്ടിയെന്ന്. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പണി കിട്ടിയത്. അതെ, നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട്. ഒറ്റക്കെട്ട് സത്യം. 3 ആഗ്രഹങ്ങൾ അവന്റേതായി പറഞ്ഞു കെട്ടാതെ. എല്ലാവർക്കും നല്ലത് വരുത്തണെന്ന് പറഞ്ഞിട്ട് ഒറ്റക്കെട്ട്. ഓരോ കെട്ടിലും നടക്കത്തില്ല. ആര് പറഞ്ഞു ഇനിയിപ്പൊ നടക്കത്തില്ല.
അത് കുഴപ്പമില്ല, ദൈവത്തിന് അറിയാതൊക്കെ നമ്മുടെ കാര്യം ഇല്ലേ. മൃദുലേക്ക് കയറാൻ പറ്റിയില്ല ഏട്ടാ, ദേവി കാണാൻ പറ്റിയില്ല, വെളിയിൽ നിന്ന് കണ്ട്. പക്ഷെ അകത്ത് കയറാൻ അറിയാലോ. അപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, അത് പല അമ്പലത്തിലും പല പല ഇതാണ്. അപ്പൊ ഗായ്സ് അത്രേ ഉള്ളൂ. എന്തായാലും നല്ല ഒരു വൈബായിട്ടുള്ള ദിവസമായിരുന്നു ഇന്ന്. നല്ലൊരു പീസിലെ അമ്പലത്തിലൊക്കെ ഇടയ്ക്ക് പോകുമ്പോൾ അടിപൊളിയാണ്. ചുറ്റോട്ടൊക്കെ നല്ല രസമായിരുന്നു. നല്ല അമ്പലമാണ്, നല്ല ക്ഷേത്രം. അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒരു വട്ടമെങ്കിൽ ഒന്ന് പോയി നോക്കുക. നല്ല അടിപൊളിയാണ്. പോകുന്ന വഴി കുറച്ച് റോഡൊക്കെ ഇച്ചിരി മോശമാവുന്നേ ഉള്ളൂ, പക്ഷെ നല്ലൊരു ക്ഷേത്രമാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ഹാപ്പി ആയിട്ട് ഈ ഒരു വ്ളോഗ് കൂടെ എത്തിയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പിന്നെ ഇതിലുള്ള ബൈ. കൊച്ചു സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോഴേ അമ്മ പറഞ്ഞില്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുവരുന്നത് വലിയ ആവാറായി, എല്ലാവരും ഒന്ന് സബ് അടിക്കുക. അതെ മറ്റേ അടിച്ചു പൊട്ടിക്കൊന്നും പൊട്ടിക്കണ്ട, ഇപ്പൊ ഇതൊക്കെ ഞെക്കിയാൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി.